അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ജീവിതം എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങൾ അതാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അന്ന് ഈ പാഠങ്ങൾ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ വിചാരിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതേക്കുറിച്ചാണ്. അത് വളർന്നു വരുന്ന തലമുറക്കും ഇപ്പോൾ യൗവനത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അത് ഉപകരിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ ഔദ്യോഗിക വിദ്യാഭ്യാസം നമ്മൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫഷണൽ ലൈഫ് ഏത് രീതിയിലാവണം, നമ്മുടെ ഗോൾ എങ്ങനെയാണ്, എന്താവണം എന്നതിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസം നേരത്തെ മുതലേ ഈ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അത് പഴയ കാലത്തൊന്നും അങ്ങനെ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നു, ഇങ്ങനെ 10ാം ക്ലാസ്സും കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, ഈ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ അധ്യാപകരൊക്കെ ആ രീതിയിൽ കുട്ടികളെ 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതൽ ആ രീതിയിൽ ഗോൾ ബേസ്ഡ് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണോ ആവേണ്ടത് അതിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എല്ലാ സ്കൂളുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. പഴയ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ കാലത്ത് അതില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതൽ ഗോൾ ബേസ്ഡ് ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അവർക്ക് എന്താവാനാണോ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാനാണോ താല്പര്യം അതിനനുസരിച്ച് മാത്രം നിങ്ങൾ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ വിവാഹം കഴിക്കരുത് എന്നുള്ളതാണ്. നേരത്തെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്വത വന്നതിന് ശേഷം, അതിനൊരു പ്രായം പറയല് പ്രായോഗികമല്ല. കാരണം ഈ പക്വത വരിക എന്നുള്ളത് ചിലർക്കത് 20ാം വയസ്സിൽ വരും, ചിലപ്പോൾ 22ാം വയസ്സിൽ വരും, ചിലർക്കത് 28 വരും, ചിലർക്ക് 35 കഴിയണം, ചിലപ്പോൾ 40 കഴിയണം, അങ്ങനെയൊക്കെയാണ്. പക്വത വന്നതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലുകളാണ്. 2 വ്യക്തികളും 2 കുടുംബങ്ങളും തമ്മിൽ സംഗമിക്കുക എന്നുള്ളതാണ് ഒരു വിവാഹത്തിന് ശേഷം തുടർന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന 2 വ്യക്തികൾ, വ്യത്യസ്ത അന്തരീക്ഷത്തിലുള്ള 2 കുടുംബങ്ങൾ, അപ്പൊ ഇവര് യോജിക്കുമ്പോൾ ഇതിനിടയിൽ പല അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതില് നമുക്കൊരു പക്വത ഇല്ലെങ്കിൽ, വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ച് നമുക്കൊരു പക്വത ഇല്ലെങ്കിൽ ചില നിലപാടെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരും. അതൊക്കെ നമ്മൾ മുതിർന്ന ആളുകളെ ഏൽപ്പിക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ ബന്ധം വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയും മറ്റൊക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിച്ച പാഠം, വിവാഹം കഴിക്കുന്നത് തീർച്ചയായിട്ടും പക്വത വന്നതിന് ശേഷം മാത്രമായിരിക്കുക. അത് 22 ആവാം, 25 ആവാം, 28 ആവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടായി, ഒരു മെച്ചൂർഡായി, എനിക്ക് പക്വതയുണ്ട്, എനിക്കിനി കല്യാണം കഴിക്കാം എന്ന് തോന്നുന്ന സമയത്ത് മാത്രം കല്യാണം കഴിക്കുക. അല്ലാതെ കുടുംബക്കാരും വീട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് എന്ന് കരുതി ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച 2ാമത്തെ പാഠം. 3ാമത്തെ പാഠം എന്താന്ന് വെച്ചാല് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നമ്മളെല്ലാവരും നീ ഒരു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല കുട്ടിയാണ് എന്നുള്ളൊരു ലേബൽ നമ്മുടെ മേലിൽ ചുമത്തി തരും, നമ്മളെ പെരടിയിൽ വെച്ച് തരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നല്ല കുട്ടിയാവാൻ ശ്രമിക്കും. നല്ല കുട്ടിയാവുക എന്നതിന്റെ ഉദ്ദേശം അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അത് പ്രായമായി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ചില ആളുകളോട് നോ പറയാൻ കഴിയില്ല. കാരണം അനുസരിച്ച് മാത്രം ശീലമുള്ള ആളുകളായി മാറുകയാണ്. ഈ നല്ല കുട്ടിയാവാന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കുട്ടിയാവരുത് എന്നുള്ളതാണ് എൻ്റെ ഉപദേശം. അതായത് ചിലപ്പോഴൊക്കെ ചീത്ത കുട്ടിയാവുന്നതും നല്ലതാണ്, എങ്കിലേ ചില സമയത്തൊക്കെ ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് നോ പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും യെസ് മൂളി പലരും നമ്മെ ഉപയോഗിക്കുന്ന അവസ്ഥ വരും. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരുടെ അഭിപ്രായം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ ശ്രമം നടത്തും. അപ്പോൾ നല്ല കുട്ടിയാവാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നന്നായി നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ക്വാളിറ്റികളിൽ പ്രധാനപ്പെട്ടതാണ് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നോ പറയാൻ സാധിക്കാത്തതിന്റെ പേരിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്, പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് നേടാവുന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
മൂന്നാമത് പറയാനുള്ളത് നന്നായി നോ പറയാൻ പഠിക്കുക എന്നുള്ള അഡ്വൈസാണ്. നാലാമതായി പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാഷന്റെ പിറകെ പോയിട്ട് വരുമാനം ഇല്ലാതാക്കരുത്. നമുക്കൊരു സ്ഥിരമായ ജോലി വേണം. ജോലി ഇല്ല, നമുക്ക് പാഷൻ മാത്രം, പാഷനിലൂടെ പണം ഉണ്ടാക്കാം എന്ന് മാത്രം ധരിക്കരുത്. നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന, ഇൻകം ലഭിക്കുന്ന പാഷൻ ആണെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ പാഷൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പാഷൻ ഉണ്ടാവണം, പക്ഷെ അതൊരു സൈഡിലായിരിക്കണം. അതേസമയം നമുക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന, ഒരു ഇൻകം ലഭിക്കുന്ന, സാലറി ലഭിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ നമുക്ക് ഉണ്ടായിരിക്കണം. പാഷൻ മാത്രമേ ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു പ്രായോഗിക ജീവിതത്തിൽ നോക്കുമ്പോൾ അത്ര പ്രായോഗികമല്ല. പാഷൻ നമുക്ക് വരുമാനം തരുന്നുണ്ടെങ്കിൽ മാത്രം പാഷന്റെ പിറകെ പോകാം. എനിക്ക് ഇന്നതാണ് പാഷൻ എന്ന് പറഞ്ഞിട്ട് ആ പാഷന്റെ പിറകെ പോയാൽ നമ്മുടെ ടൈം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കാലം കഴിയുമെന്നല്ലാതെ നമ്മുടെ ജീവിതം സെറ്റിലാവാൻ സമയമെടുക്കും. അതുകൊണ്ട് നാലാമത് ഞാൻ പഠിച്ച പാഠം, പാഷന്റെ പുറകെ പോവരുത്. നമുക്ക് ജീവിതം സെറ്റിലാവാൻ, ജീവിക്കാൻ ആവശ്യമായ വരുമാനം ലഭിക്കുന്ന ജോലിയോ ബിസിനസ്സോ ഉണ്ടായതിനു ശേഷം മാത്രം നമുക്ക് പാഷന്റെ പിറകെ പോവാം. പാഷൻ മാത്രം മുറുകെ പിടിച്ച് ഫോളോ ചെയ്ത് ജീവിച്ചാൽ ചിലപ്പോൾ ജീവിക്കാനുള്ള വരുമാനം നമുക്ക് ലഭിച്ചോളുന്നില്ല. അതിന്റെ കൂടെ മനസ്സിലാക്കാനുള്ളത്, ജീവിക്കാൻ പാഷൻ കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകില്ല. അതിന് പണം തന്നെ വേണം. പണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല ജോലി വേണം, അല്ലെങ്കിൽ നല്ല ബിസിനസ് വേണം. അപ്പോൾ പാഷനെ ഫോളോ ചെയ്യരുത് എന്നല്ല, പാഷനെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഒരു സൈഡിലായിരിക്കുക. ആ പാഷനെ ഫോളോ ചെയ്താൽ നമുക്ക് കാര്യമായ വരുമാനം ലഭിക്കുമെങ്കിൽ മാത്രം പാഷനെ ഫോളോ ചെയ്തുകൊണ്ട് പാഷനും നമ്മുടെ പ്രൊഫഷനും ഒന്നാക്കി മാറ്റുക. ഇല്ലെങ്കിൽ പ്രൊഫഷൻ വേറെ, പാഷൻ വേറെ, ഈ രീതിയിൽ തന്നെ പോയെങ്കിൽ ജീവിതം സെറ്റിൽ ആവുള്ളൂ എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ പാഠം എന്താന്ന് വെച്ചാൽ, ബിസിനസ് ചെയ്യാൻ സ്വന്തം പണം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ പണം ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ചെയ്താൽ അത് ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. അത് സക്സസ് ആവാൻ ചിലപ്പോൾ ഫെയിൽ ആവാം. അപ്പൊ സക്സസ് ആയി കഴിഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. അഥവാ ഫെയിൽ ആയി കഴിഞ്ഞാൽ വന്ന നഷ്ടങ്ങൾ ഒരു പക്ഷേ ചില ആളുകൾക്ക് നമ്മളത് പണം അവരിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് ഈ ബിസിനസ് ഫെയിൽ ആവാൻ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണല്ലോ. അപ്പൊ അതിന്റെ ടെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാനും സാധ്യത കൂടുതലാണ്. അപ്പൊ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ച പാഠങ്ങളിൽ അഞ്ചാമത്തത്, ബിസിനസ് ചെയ്യാൻ സ്വന്തം പണം മാത്രം ഉപയോഗിച്ച് ചെയ്യുക. മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാതിരിക്കുക. നമുക്കൊരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് പണം സമ്പാദിച്ചതിന് ശേഷം മാത്രം, ഒരുപക്ഷെ ചിലപ്പോൾ ചില ആളുകൾക്ക് ബിസിനസ് മാത്രമായിരിക്കും അവരുടെ എയിം, ജോലി ചെയ്യാന്നുള്ളത് ചിലപ്പോൾ അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് എങ്ങനെയെങ്കിലും നല്ല വരുമാനം ലഭിക്കുന്ന ജോലി ചെയ്ത് സ്വന്തം പണം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പാഠം. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം പാഠങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പഠിച്ച ഏറ്റവും നല്ല പാഠം എന്താണോ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.